Hi all, welcome back to the module 4 Responsibilities and Rights. Till this, we had covered the first 3 modules, and today we are going to go ahead with the 4th module. The title of the 4th module is two familiar words, responsibility and rights. ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും. So, when you work for any organization, you have certain responsibilities as well as you are having certain rights. We will be going through such things in this module. So in this module we are going to see about collegiality and loyalty, how to manage conflicts, how to give respect to authorities, collective bargaining, confidentiality, conflicts of interest, occupational crimes, professional rights, and the intellectual property rights discrimination. These are the things that we are going to see in this module. So responsibility and rights play an important role in any professional career. നമ്മൾ ഏതൊരു കരിയർ എടുത്താലും നമുക്കവിടെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റ്സും ഉണ്ടാവും. ആൻഡ് ദീസ് ആർ ദ ടു ക്രൈറ്റീരിയാസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എൻജിനീയേഴ്സ്. എൻജിനീയേഴ്സിൻ്റെ കേസിൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു വാക്ക് നമുക്ക് ഒഴിവാക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. The responsibility and duties of engineers influence a direct impact on the public community with regard to safety and risk assessment. പബ്ലിക്കിൻ്റെ സേഫ്റ്റി പോലും എൻജിനീയേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം എൻജിനീയേഴ്സിനെ സംബന്ധിച്ചോളം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. Collegiality and loyalty. The first factor that is given for consideration. Loyalty നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. നമ്മളിപ്പോൾ പലപ്പോഴും പറയും പുള്ളി ഭയങ്കര ലോയലാണ്, ഭയങ്കര കടപ്പാടുള്ള മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ദാറ്റ് ഇസ് കോൾഡ് ലോയാലിറ്റി. ഇൻ ജനറൽ യൂസ്, ലോയാലിറ്റി ഈസ് എ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടു സംതിങ്, maybe to nation, maybe to the employer, maybe to an organization, maybe to a group or maybe to a person. ഒരാളോട് ഉള്ള അചഞ്ചലമായ വിശ്വാസം അല്ലെങ്കിൽ ഒരു കടപ്പാടെന്നൊക്കെ നമ്മൾ പറയും. അത് ചിലപ്പോൾ ഒരു രാജ്യത്തോടായിരിക്കാം, ചിലപ്പോൾ ഒരു കമ്പനിയോടായിരിക്കാം, ചിലപ്പോൾ എംപ്ലോയറോടായിരിക്കാം. അതിനെയാണ് നമ്മൾ ലോയാലിറ്റി എന്ന് പറയുന്നത്. ലോയാലിറ്റി ഈസ് ഇൻ്റർപേഴ്സണൽ. ഓരോ പേഴ്സൺസിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ മറ്റ് പേഴ്സൺസിലോട്ടൊക്കെ നമുക്കതിനെ ഇമ്പോസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇറ്റ് ഡിഫേഴ്സ് ഇൻ സ്ട്രെങ്ത്. ചില ആൾക്കാർ ഭയങ്കര ലോയലായിരിക്കും, ചില ആൾക്കാർ തീരെ ലോയലായിരിക്കില്ല. ഇറ്റ് ഡിഫേഴ്സ് ഇൻ ദ സ്കോപ്പ്. ചില ആൾക്കാരിൽ ഈ ലോയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും, ചില ആൾക്കാരിൽ അത് കുറച്ചും കൂടി അപ്പർ ബേസിസിലായിരിക്കും. Disloyalty of professionals towards an organization reflects the attitude they have towards the work environment. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനോട് നിങ്ങൾ ലോയൽ അല്ല എങ്കിൽ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ഥാപനത്തോട് ലോയലായിരിക്കണം. നമുക്ക് ആ സ്ഥാപനത്തിനോട് എന്നും കടപ്പാടുണ്ടായിരിക്കണം. അവരാണ് നമുക്ക് സാലറി തരുന്നത്, അവരാണ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ നമ്മൾ അവരോട് ലോയലായിരിക്കണം. അങ്ങനെ ലോയലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കുഴപ്പമാണ്. അനദർ ടേം ഈസ് കൊളീഗാലിറ്റി. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് കൊളീഗാലിറ്റി അല്ലെങ്കിൽ കൊളീഗ്സ്. കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സഹപ്രവർത്തകർ. നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ സഹപ്രവർത്തകർ ആയിട്ടുള്ളവർ. അപ്പം കൊളീഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സഹപ്രവർത്തകർ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഉള്ളവർ. കൊളീഗാലിറ്റി ഡിസ്ക്രൈബ്സ് ദാറ്റ് എ വർക്ക് എൻവയോൺമെന്റ് വെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഈസ് ഷെയർഡ് അമോങ് കൊളീഗ്സ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കൊളീഗാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിലേഷൻഷിപ്പ് ഓഫ് കൊളീഗ്സ്. അപ്പം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ എൻ്റെ ഒരു കൊളീഗുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Colleagues are those explicitly united in a common purpose and respecting each other's abilities to work toward that purpose. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വർക്ക് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. There are 3 elements for collegiality. One is respect,
കമ്മിറ്റ്മെൻറ്റ്, കണക്റ്റഡ്നെസ്. റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കൊളീഗാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കോമൺ റെസ്പോൺസിബിലിറ്റി അല്ല രണ്ടുപേർക്ക് ചേർന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ആ ചെയ്യുന്ന കാര്യത്തിനോട് നന്നായി കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു കണക്റ്റഡ്നെസ് ആയിരിക്കണം. ആരൊക്കെയാണോ ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നത് അവർ കണക്റ്റഡ് ആയിരിക്കണം. അവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ലോയാലിറ്റി ഈസ് ദ ഫെയ്ത്ത്ഫുൾ അഡ്ഹറൻസ് ടു ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദി എംപ്ലോയർ. ലോയാലിറ്റി അല്ലെങ്കിൽ കടപ്പാട് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിശ്വാസ്യതയാണ്. ആ ഓർഗനൈസേഷനിലായിരിക്കാം, ചിലപ്പോൾ ആ എംപ്ലോയറോട് ആയിരിക്കാം. ലോയാലിറ്റി ടു ആൻ എംപ്ലോയർ ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്: ഏജൻസി ലോയാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി. ഏജൻസി ലോയാലിറ്റി ഈസ് ആക്ടിങ് ടു ഫുൾഫിൽ വൺസ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ് ടു ആൻ എംപ്ലോയർ. ഏജൻസി ലോയാലിറ്റി പറഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യം നല്ല കടപ്പാടോടെ ചെയ്തു തീർക്കുന്നു, തന്നിരിക്കുന്ന ജോലി കൃത്യമായി നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തു തീർക്കുന്നു. അതാണ് ഒരു കടപ്പാടായിട്ട് കണ്ടേക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നേക്കുന്ന വർക്കിനോടുള്ള കടപ്പാടൊന്നുമല്ല, ആ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ലോയാലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി എന്ന് വിളിക്കും. ഏജൻസി ലോയാലിറ്റി തന്നിരിക്കുന്ന വർക്കിനോടുള്ള കടപ്പാട്. ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി ആ ബേസിക് ക്യാരക്ടറിൽ തന്നെ, ആ എംപ്ലോയിയുടെ ബേസിക് ക്യാരക്ടറിൽ തന്നെ അല്ലെങ്കിൽ ബേസിക് നേച്ചറിൽ തന്നെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ നമ്മളതിനെ ലോയാലിറ്റി ഉണ്ട് എങ്കിൽ നമ്മളതിനെ ആറ്റിറ്റ്യൂഡ് ലോയാലിറ്റി എന്ന് പറയും. Managing conflicts. So it's quite usual when you work in an organization, when you work in team, there might be conflicts. അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. സോ ഇറ്റ്സ് ക്വൈറ്റ് യൂഷ്വൽ that conflicts may arise, and the importance is how do you handle it. Even if you are working as a manager, the importance is how do you handle it. So here we are going to see about what is conflict and how we could handle it. Conflict in any work environment is inevitable for the simple reason that where people have to work together, they will not be always in perfect agreement on all issues, goals or perceptions. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ഒരു ടീമിലുള്ളവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് എഗ്രി ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗോൾ നമ്മൾ പറയുമ്പോൾ അത് ആ ഗോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. മേ ബി അവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമായിരിക്കാം. Disagreement between two or more organization members or groups arising from the fact that they must share resources of work activities and or from the fact that they have different status, goals, values or perceptions. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. അത് എന്തിൽ വേണമെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന എന്തെങ്കിലും റിസോഴ്സിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് റീച്ച് ചെയ്യേണ്ട ഗോൾസിലായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റിലായിരിക്കാം. ഈ ഡിസഗ്രിമെൻറ്റ് ചിലപ്പം രണ്ട് മെമ്പേഴ്സ് തമ്മിലാകാം, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലാകാം, ഓർഗനൈസേഷനുള്ള രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലാകാം. എങ്ങനെ വേണമെങ്കിലും ഈ ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് is inherently neither positive or negative if it's managed correctly. It can be helpful in meeting the organization goals. നമുക്ക് കോൺഫ്ലിക്ട്സിനെ പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാതാക്കി മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ കൃത്യമായി ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. വേണമെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആക്കും, കോൺഫ്ലിക്ട്സിനെ നമുക്ക് ബെനിഫിഷ്യൽ ആക്കി എടുക്കാനും പറ്റും. പക്ഷേ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇഫ് ഇറ്റ്സ് മിസ് ഹാൻഡിൽ ഓർ നോട്ട് മാനേജ്ഡ് കറക്റ്റ്ലി, ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ്. നമ്മളത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നില്ല, ഒരു മാനേജർക്ക് അത് കൃത്യമായിട്ട് എവിടെയാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ സോഴ്സ്, എന്താണ് അതിൻ്റെ കാരണം എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ്. അത് എൻ്റെ ഓർഗനൈസേഷൻ തന്നെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പവർഫുൾ ആയിരിക്കും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ടൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം? കോൺഫ്ലിക്ട്സ് മേ ബി ബിറ്റ്വീൻ വൺ ഇൻഡിവിജ്വൽ ആൻഡ് അനദർ, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ചിലപ്പം രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലായിരിക്കാം, ചിലപ്പം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ. നമ്മൾ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പം കുറേ ഗ്രൂപ്പുകളുണ്ടാവും, ഇൻറ്റേർണൽ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം. അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോടായിരിക്കാം ചിലപ്പം പ്രശ്നം. issues may be due to communication problems. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നമുക്ക് ഉണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാവാതെ വരുന്നതുകൊണ്ടൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. പേഴ്സണൽ റിലേഷൻഷിപ്പുകളുണ്ടാവാം. ദെൻ അധികാര വടംവലികൾ കൊണ്ടുണ്ടാവാം, പവർ സ്ട്രഗിൾസ് കൊണ്ട് ഉണ്ടാവാം. ഇറ്റ് മേ അറൈസ് ഡ്യൂ ടു പേഴ്സണാലിറ്റി characteristics such as authoritarianism and dogmatism. Such conflict resolution is difficult. പേഴ്സണൽ ക്യാരക്ടേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ ക്യാരക്ടേഴ്സും കൊണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്.
അതോറിറ്റേറിയനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വേച്ഛാധിപത്യം എന്നുള്ളതാണ്. ഡോഗ്മാറ്റിസം എന്ന് ഉദ്ദേശിക്കുന്നത് പിടിവാശി. ചില ആളുകളുടെ പിടിവാശികൾ കൊണ്ടായിരിക്കാം ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കോൺഫ്ലിക്ട്സിനെ ഡീൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് മെത്തേഡ് ടു ഡീൽ കോൺഫ്ലിക്റ്റ് ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ ഡിസഗ്രിമെൻറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മാനേജർക്ക് ആദ്യം ഓപ്റ്റ് ചെയ്യാവുന്ന മെത്തേഡാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡയറക്റ്റ് നെഗോസിയേഷൻ on a collective or group basis between the representative of employers and their employees for the settlement of disputes. The mutual rights and obligations of both parties that are agreed by them through a negotiation are written down in the form of an agreement or contract which is legally binding on them. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എംപ്ലോയറുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവും എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും കൂടി ഒരു ചർച്ച നടത്തുന്നു, ഒരു നെഗോസിയേഷൻ, ഒരു ധാരണയിലേക്ക് എത്തിച്ചേർന്നു കാര്യങ്ങളെപ്പറ്റി. അത് ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആകുന്നു, മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എംപ്ലോയർ തന്നെ ഡയറക്റ്റ് ഒരു നെഗോസിയേഷന് എംപ്ലോയിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കുന്നു. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നേരിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. കളക്റ്റീവ് ബാർഗെയിനിങ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് യൂണിയൻ ഫോർ എഗ്രീയിങ്. ചിലപ്പം ഈ എംപ്ലോയിക്ക് പകരം എംപ്ലോയിയുടെ യൂണിയൻ ആയിരിക്കും, എംപ്ലോയീസിൻ്റെ സംഘടനയായിരിക്കാം ചിലപ്പം ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്നത്. അപ്പം മാനേജ്മെൻറ്റും എംപ്ലോയീസിൻ്റെ യൂണിയനുമായിട്ടായിരിക്കാം ചർച്ച. ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക് ബാക്ക് പ്രോസസ്സ്. ചില വിട്ടുവീഴ്ചകൾ മാനേജ്മെൻറ്റുകൾ ചെയ്യും, അതുപോലെ ചില വിട്ടുവീഴ്ചകൾ യൂണിയൻ ചെയ്യേണ്ടി വരും. അപ്പം ചില നേട്ടങ്ങൾ മാനേജ്മെൻറ്റിന് ഉണ്ടാവാം, അതുപോലെ ചില നേട്ടങ്ങൾ യൂണിയൻസിനും ഉണ്ടാവാം. ഇൻട്രൊഡക്ഷൻ ഓഫ് എലമെൻ്റ് ഓഫ് ഡെമോക്രസി. ഒരു ജനാധിപത്യമാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ജനാധിപത്യപരമായി രണ്ട് കൂട്ടരും വരുന്നു, രണ്ട് കൂട്ടരും സംസാരിക്കുന്നു, കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് കോൺസിലേഷൻ ആൻഡ് മീഡിയേഷൻ. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂന്നാമതൊരാളെയും കൂടി ഇടനിലർത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കുന്നു. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല എങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡായ കോൺസിലേഷൻ ആൻഡ് മീഡിയേഷനിലേക്ക് വരാം. അവിടെ വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഓൾറെഡി കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്ത് നോക്കി, സംസാരിച്ച് തീർക്കാൻ നോക്കി, എംപ്ലോയിയും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ നോക്കി. പക്ഷേ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മൂന്നാമതൊരാളെ നമുക്ക് ഇതൊന്ന് മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ പോലെ നമുക്ക് മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് പ്രശ്നപരിഹാര സാധ്യതകളെ പറ്റി നോക്കാനായിട്ട് സാധിക്കും. സോ ഇഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ഫെയിൽസ്, ദിസ് മെത്തേഡ് ക്യാൻ ബി ഓപ്റ്റഡ്. Conciliation consists of series of conferences including informal sitting between representatives of the two parties which are designed to create a friendly atmosphere. അപ്പം കോൺസിലേഷനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ കോൺഫറൻസുകളും അല്ലെങ്കിൽ ഫോർമൽ അല്ലാതെ ഇവരെ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ പോയി കണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നോക്കാം. When the conference are held with an outsider as chairman, the process is known as mediation. ആദ്യ സ്റ്റെപ്പിൽ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ സംസാരിച്ചു, ഒരു കാരണവശാലും ധാരണയായില്ല. അപ്പോൾ മൂന്നാമതൊരാളെ നമ്മൾ ഇതിൻ്റെ മധ്യസ്ഥ സ്ഥാനം വഹിക്കാനായിട്ട് മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു ചെയർമാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. ഈ കോൺഫറൻസിൻ്റെ ഒരു ചെയർമാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു മധ്യസ്ഥത വഹിക്കുന്നതിനാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത്. In this method, the presence of a third party acts as a moderating influence in two attending പാർട്ടീസ്. അപ്പോൾ ഈ മോഡറേറ്റർ അല്ലെങ്കിൽ ഈ ഒരു മീഡിയേറ്ററായിട്ട് വരുന്ന ആൾക്ക് എംപ്ലോയറുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, എംപ്ലോയിയുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യുന്നതിന് പുള്ളി ഒരു നല്ല പങ്ക് വഹിക്കുകയും ചെയ്യും. What they themselves cannot settle may be solved under the influence of an outsider. അപ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ സംസാരിച്ച് തീരാത്തത് ഈ മീഡിയേറ്റർ സഹായത്തോടുകൂടി സംസാരിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മെത്തേഡ് പറയുന്നത്. Third method, arbitration. When the above two method fails, ആദ്യത്തെ രണ്ട് മെത്തേഡ്സും ഫെയിൽ ആവുകയാണെങ്കിൽ we can go for arbitration. In this, a third person is chosen as the arbitrator by agreement between the employer and employee. He gives a hearing of both parties and then offers his own solution to the dispute. ആദ്യത്തെ മെത്തേഡ് ഫെയിലായി. ആദ്യത്തെ മെത്തേഡ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ സംസാരിച്ചു, നടന്നില്ല, ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല കോൺഫ്ലിക്റ്റ് മാറാനായിട്ട്. രണ്ടാമത് ഒരു മീഡിയേറ്ററെ വെച്ചു, അതിലും ഒരു സൊല്യൂഷൻ ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മെത്തേഡിൽ പോകാം, ആർബിട്രേറ്റർ മെത്തേഡ് പറയുന്നത് ഇതും ഒരു തേർഡ് പാർട്ടിയാണ്. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ എംപ്ലോയറുടെ വാദവും കേൾക്കും,
എംപ്ലോയിയുടെ വാദവും കേൾക്കും. കേട്ടതിന് ശേഷം പുള്ളിയുടെ ഒരു ഡിസിഷൻ പറയും. അത് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യണം. അതിനെയാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. These are the three methods through which we can handle conflicts. So the first method was collective bargaining, where the employer communicates directly or negotiates directly with the employee. Second one was mediation, where a moderator or a third party mediator is taken who will deal with the conflicts. And if the first two method fails, we can go for the arbitration, where there is third party person is there who can be called as the arbitrator, who hears the entire statements from the employer as well as employees and comes to a judgment by his own solution. Conflict management process. So usually conflicts may arise intra-individual, intra-group, inter-individual, ഇന്റർ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽസ് തമ്മിലാകാം, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് തമ്മിലാകാം, ഒരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പുമായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഓർഗനൈസേഷനെതിരെ കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. So in an organization there must be someone to intervene before the situation gets worse. Conflicts ഉണ്ടാകുന്ന സാധാരണമാണ്, പക്ഷേ സിറ്റുവേഷൻ വേഴ്സ് ആവുന്നതിന് മുമ്പിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ട് ആൾക്കാർ ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ മാനേജർ ഉണ്ടായിരിക്കണം. So there are 3 steps in a conflict management process. First one is considered as the preliminary step, which is knowing the conflict. Second one is diagnosing the issue. Third one is applying any of the conflict handling modes. ആദ്യം ഇഷ്യൂ എന്താണ്, കോൺഫ്ലിക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കണം. ദെൻ ആ ഇഷ്യൂവിനെ കൃത്യമായിട്ട് എങ്ങനെ ഇത് ഉണ്ടായി എന്നുള്ളതൊന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റണം. ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ 3 മെത്തേഡ്സ് ഉണ്ട്. ആ 3 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്ത് കോൺഫ്ലിക്റ്റ് എത്രയും വേഗം റിസോൾവ് ചെയ്യാനായിട്ട് നോക്കണം. Preliminary step. The first stage in resolving conflict is known as knowing the full details of the conflict. എന്തുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. As soon as conflict comes to knowledge of a senior or a superior, he should handle the conflict skillfully. നല്ല കഴിവോടുകൂടി നല്ല രീതിയിൽ ഇതിനെ ഡീൽ ചെയ്താൽ കോൺഫ്ലിക്റ്റിനെ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാതെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ദിസ് ഈസ് ദി ഇനിഷ്യൽ സ്റ്റേജ്. ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കിത് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ എഫോർട്ടൊന്നും എടുക്കാതെ നമുക്കിത് കൃത്യമായി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നല്ല സ്ട്രാറ്റജീസ് ഡിപ്ലോയ് ചെയ്ത് നമുക്ക് കോൺഫ്ലിക്ട്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. One should listen the views of individuals who are in the conflict. ഈ കോൺഫ്ലിക്റ്റിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അവരുടെ കാഴ്ചപ്പാടുകൾ കേൾക്കുവാൻ ആരെങ്കിലും തയ്യാറാവണം. അതിനുശേഷം അതിനെ സോൾവ് ചെയ്യാനായിട്ടും പറ്റണം. ഫോർ ദിസ് ദ സുപ്പീരിയർ ഓർ സീനിയർ ഷുഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് ടു ദി ഇൻഡിവിജ്വൽ. ഇങ്ങനെ നമുക്ക് പ്രിലിമിനറി സ്റ്റെപ്പ് വഴി ഇത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സീനിയർ അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാനും ആ സീനിയറിന് അല്ലെങ്കിൽ ആ സുപ്പീരിയർക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. Second one is diagnosing the issue. In diagnosing the issues involved in the conflict should be analyzed and it should be understood what this conflict is about, how far it has already involved. എത്ര ദൂരം ഈ കോൺഫ്ലിക്റ്റ് പോയി, എത്ര ആൾക്കാരുടെ ഇടയിൽ ഈ കോൺഫ്ലിക്റ്റ് നിലവിൽ പ്രശ്ന സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്നുള്ളത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റണം. യൂഷ്വലി കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് എന്തെങ്കിലും കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പം അവിടെ അഡോപ്റ്റ് ചെയ്ത എന്തെങ്കിലും മെത്തേഡ്സോ അല്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന വാല്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കുന്നത്. And the next thing in diagnosing the issue is to know why these differences between two parties have arisen. രണ്ടുപേര് തമ്മിലാണല്ലോ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനൊരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മേ ബി അവരുടെ ബിലീഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം, അവരുടെ കൾച്ചറൽ നോംസും ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഇഫ് വൺ പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫൈഡ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടായത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഡയഗ്നോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡെവലപ്പ് എ സ്ട്രാറ്റജി ടു ഡീൽ വിത്ത് ദി കോൺഫ്ലിക്റ്റ്. അടുത്ത ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് കിട്ടി. ദെൻ ഇനി സ്ട്രാറ്റജി ഉണ്ടാക്കണം, എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാവുന്ന സ്ട്രാറ്റജി ഉണ്ടാക്കണം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് മോഡ്സ്. നമുക്ക് ഏതൊക്കെ മോഡിൽ ഒരു കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാം? ദർ ആർ സെവറൽ
methods or the several modes are there. One is to avoid the appearance of conflict, not permit the conflict to surface. Mediation, letting the parties in conflicts to settle their scores to solve the problems mutually. You will see each in detail. To avoid appearance of conflict, this approach suggests that such conditions and atmosphere should be created in an organization so that there may not be any conflict in the organization. ഓർഗനൈസേഷനിൽ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത ആയിരിക്കണം ഒരു കോൺഫ്ലിക്റ്റിനും ചാൻസ് കൊടുക്കില്ല എന്നുള്ളത്. ആ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത, അതായത് ഒരു കോൺഫ്ലിക്റ്റ് അപ്പിയർ ചെയ്യാനേ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. ഇഫ് എനി കോൺഫ്ലിക്ട്സ് arises, it should be removed and readdressed as early as possible. എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രശ്നങ്ങളില്ലാതെ ഇഗ്നോർ ചെയ്ത് മാറ്റാനോ നമുക്ക് സാധിക്കണം. നോട്ട് പെർമിറ്റിംഗ് ദ കോൺഫ്ലിക്റ്റ് ടു സർഫസ്. കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ രണ്ടുപേർ തമ്മിലായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്, ദെൻ ഇത് പരന്നങ്ങ് പോവും. അങ്ങനെ സർഫസ് ചെയ്യാനായിട്ട്, അങ്ങനെ പരന്നു പോകാതിരിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ടായിരിക്കണം. ദിസ് സ്ട്രാറ്റജി സജസ്റ്റ് ദാറ്റ് ലോയാലിറ്റി ആൻഡ് കോപ്പറേഷൻ ടു ദ ഗ്രൂപ്പ് ഈസ് സുപ്രീം ആൻഡ് ഡിസഗ്രിമെൻറ്റ് നീഡ് നോട്ട് ബി ടോളറേറ്റഡ് ആൻഡ് മേ ബി ട്രീറ്റഡ് ഈക്വലന്റ് ടു ഡിസ്ലോയാലിറ്റി ഗ്രൂപ്പ്. അപ്പം ഈ സ്ട്രാറ്റജി പറയുന്നത് ലോയാലിറ്റിയും കോപ്പറേഷനും ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ഒരു ഓർഗനൈസേഷനിൽ. അപ്പം ഏതെങ്കിലും ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ഡിസഗ്രിമെൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഡിസ്ലോയൽ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ഡിസ്ലോയൽ ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ലോയാലിറ്റി ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ലോയാലിറ്റി കടപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് അവരെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കണം. പീപ്പിൾ ഹു ആർ ലോയൽ ആൻഡ് കോപ്പറേറ്റീവ് ഷുഡ് ബി റിവാർഡഡ്. നല്ല കടപ്പാടുള്ള ആളുകളെ അല്ലെങ്കിൽ നല്ല ലോയലായിട്ടുള്ള ആളുകൾക്ക് റിവാർഡ്സ് കൊടുക്കണം, അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കണം, അവർക്ക് ഇൻക്രിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. കാരണം ബിക്കോസ് ദേ ആർ ടോട്ടലി ലോയൽ ടു ദി ഓർഗനൈസേഷൻ. ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഉണ്ടാകാം. As well as the conflict is known to the superior, the parties in conflict should be warned about the serious consequences that may occur. ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് കാണുമ്പോൾ തന്നെ സുപ്പീരിയർക്ക് വാൺ ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ കോൺഫ്ലിക്റ്റുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പണിഷ്മെൻറ്റ്സ് ഉണ്ടാകാം എന്ന് പറഞ്ഞ് കൃത്യമായി വാൺ ചെയ്യാം. അങ്ങനെ വാണിങ്ങിലൂടെ ഇത് സ്പ്രെഡ് ആവാതെ നോക്കാനായിട്ട് പറ്റും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിപ്രഷൻ ആൻഡ് ഫോഴ്സിങ്. ഇവിടെ ശരിക്കും നമ്മൾ അടിച്ചമർത്തുവാണ്, അവിടെ ഒതുക്കുവാണ്. പ്രശ്നമില്ലാതെ അതിനെ ഫോഴ്സ്ഫുള്ളി പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് സ്പ്രെഡ് ആവാതെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മെത്തേഡിൽ നോക്കുന്നത്. Mediation, that you already said, we can use the help of a third party to solve a particular problem. Under this approach, an attempt should be made by the authority holder to seep out the difference and smoother the affairs to make it look as if the problem never existed. ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് സ്മൂത്ത് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഒരു മീഡിയേറ്ററിങ് കൊണ്ട്. He may exercise persuasion, highlighting the merits and demerits of their cases. അപ്പം ഈ മീഡിയേറ്റ് ചെയ്യുന്ന ആൾക്ക് എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാനും പറ്റും, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടും പറ്റും. അപ്പം അങ്ങനെ മീഡിയേഷൻ വഴി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ലെറ്റിംഗ് ദ പാർട്ടീസ് ഇൻ ദ കോൺഫ്ലിക്റ്റ് ടു സെറ്റിൽ ദെയർ സ്കോഴ്സ്. നമ്മൾ ചിലപ്പം പറയും ഇത്രയും പറഞ്ഞിട്ട് ശരിയല്ല, എന്നാൽ പിന്നെ അവന്മാർ അടിച്ചു തീർക്കട്ടെ നമ്മൾ പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയും മെത്തേഡ്സ് നമ്മൾ നോക്കി, മീഡിയേറ്ററെ വെച്ച് നോക്കി, എംപ്ലോയർ നേരിട്ട് സംസാരിച്ച് നോക്കി, സൂപ്പർവൈസർ നേരിട്ട് സംസാരിച്ച് നോക്കി, അങ്ങോട്ടൊന്നും തീരുന്നില്ല പറയും നിങ്ങൾ എന്നാൽ പിന്നെ അടിച്ചു തീർത്തോളാൻ പറയും. അതെയാണ് നമ്മൾ ലെറ്റിംഗ് ദ പാർട്ടീസ് ഇൻ കോൺഫ്ലിക്റ്റ് ടു സെറ്റിൽ ദെയർ സ്കോഴ്സ്. കോൺഫ്ലിക്റ്റ് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർത്തോ എന്നുള്ളതാണ് ആ ഒരു മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. These are the extreme cases. They are allowed to fight out for the issues. അവർക്ക് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടോ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുള്ളൂ. അതൊരു എക്സ്ട്രീം കേസായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കേസുകളിലേക്ക് പോവാതെ സോൾവ് ചെയ്യേണ്ടത് ഒരു മാനേജർ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഓപ്പർച്യൂണിറ്റീസ് ഗീവൺ ടു ടെസ്റ്റ് ദ സ്ട്രെങ്ത്സ് ആൻഡ് കപ്പാസിറ്റീസ് ആൻഡ് ടു ബിയർ ദ കോൺസിക്വൻസസ് വാട്ട്സ് ഓവർ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർക്കാം, അതിൻ്റെ കോൺസിക്വൻസ് ഓർഗനൈസേഷൻ എന്തായാലും നടപടികളെടുക്കും, അത് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ്, വൺ ഓഫ് ദി ഗുഡ് മെത്തേഡ് ദാറ്റ് ക്യാൻ ബി സജസ്റ്റഡ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഗ്രൂപ്പും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് മ്യൂച്വലി പറഞ്ഞ് അവസാനിപ്പിക്കുക, അടുത്തൊരു ലെവലിലേക്ക് പോകാതെ അത് മ്യൂച്വലി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. When two parties are conscious about the existence of a problem and try to resolve their differences themselves, it is called as mutual problem solving. രണ്ട് പാർട്ടീസിന് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സിന്, രണ്ട് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പും അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി അത് അവർ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ കൊളാബറേറ്റിംഗ് നമ്മൾ വിളിക്കുന്നത്. As both parties are interested in finding a solution, the reference should be always be made on the shared goals. അപ്പം രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷനായി സംഭവം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനകത്ത് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഒരു ഷെയർഡ് ഗോളിലേക്കായിരിക്കും ഈ സൊല്യൂഷൻ എത്തുകയും ചെയ്യുന്നത്.
Whatever may be the approach for handling conflict, it is necessary to be sure that communication channels are neither blocked nor broken down. അതായത് ഇവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്, ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഒരിക്കലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതെ ഇരിക്കരുത്. ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. കൃത്യമായ ഇൻഫർമേഷൻ അവിടെ നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലർ പോലുള്ള മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പറ്റണം. And the next is respect for authority. So when you work in a place, several supervisors or several persons above your position will be there and you are supposed to respect them, as well as you need to respect your colleagues also. നിങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസിനെ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം. It is pertinent to understand that those who are paid by the employees are supposed to show respect ആൻഡ് റിഗാർഡ്സ് ടു കൺസേൺ അതോറിറ്റി. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങളുടെ എംപ്ലോയറാണ്, അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇൻ ഓർഡർ ടു മീറ്റ് ദ ഓർഗനൈസേഷൻ ഗോൾ, ദ പ്രൊഫഷണൽ ഷുഡ് പോസസ് റെസ്പെക്ട് ഫോർ അതോറിറ്റി. അങ്ങനെ റെസ്പെക്റ്റ് ഉള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The levels of authority maintained by the organization provides a means for identifying areas of personal responsibility and accountability. There are 3 types of authorities: executive authority, expert authority, accepting authority. 3 തരത്തിലുള്ള അതോറിറ്റീസ് ആണ് ഉള്ളത്. ഇവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് when we work for an organization. First one, executive authority or institutional authority. The corporate or institutional rights given to a person to exercise powers based on the resources of an organization. ഒരു കോർപ്പറേറ്റ് പവറാണ് അവിടെ. ആ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് എന്ത് ഡിസിഷൻ എടുക്കാനും ഉള്ള റൈറ്റ് ഉള്ള ആളെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനകത്ത് അവൈലബിൾ റിസോഴ്സസ് അല്ല അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എന്ത് ഡിസിഷൻ എടുത്ത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റൈറ്റ് ഉള്ള ആളെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത്. Expert authority, this is a possession of special knowledge, skills or competence to perform a particular task or to give say sound advice. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പം നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരാളുടെ നമ്മൾ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ചോദിക്കും, ഇതിങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ചോദിക്കും. അത് ശരിക്കും നല്ല അവർക്ക് ആ വിഷയത്തിൽ നല്ല നോളജ് ഉള്ളവരായിരിക്കും, അവരോടായിരിക്കും നമ്മൾ ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷൻ ഒരാളുടെ നിന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. That is expert authority. And the third one is accepting authority. When a person accepts someone as his or her superior, then it's known as accepting authority. അപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ മുകളിലുള്ള സുപ്പീരിയർ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അപ്പോൾ ഞാനിവിടെ റെസ്പെക്റ്റ് കൃത്യമായി കൊടുക്കണം. അത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഉണ്ടാവും, ഒരു HOD ഉണ്ടാവും, പ്രിൻസിപ്പൽ ഉണ്ടാവും, ദെൻ ഡയറക്ടർ ഉണ്ടാവും. ആ രീതിയിലൊരു പൊസിഷൻ ഉണ്ടാവും, ഹൈറാർക്കി ഉണ്ടാവും. അപ്പോൾ അത് നമുക്കറിയാം, ബൈ ഡിഫോൾട്ട് നമുക്കറിയാം. അപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥർ ആണ്. Collective bargaining method, which we discussed earlier to solve conflicts, that we will see some more in detail. It's a process of negotiation between employers and a group of persons or employees who need regulations in their working conditions. ശരിക്കും നമ്മൾ പല സ്ഥാപനങ്ങളിലും ഫാക്ടറീസിലുമൊക്കെ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവരവരുടെ വർക്കിംഗ് കണ്ടീഷൻസോ സാലറി കൂട്ടണമെന്നോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് മാറ്റണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളക്റ്റീവ് ബാർഗൈനിങ്, ഒരു നെഗോസിയേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. The interest of employees are commonly presented by the representative of the trade union. തൊഴിലാളി സംഘടനകളായിരിക്കും ഈ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള നെഗോസിയേഷനിൽ പങ്കെടുക്കുന്നത്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ലുക്ക് ഇൻ ടു ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ വർക്കിംഗ് ഇൻ ഇറ്റ്. ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കൃത്യമായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ വെൽഫെയർ നോക്കുക എന്നുള്ളത് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അവരുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റണം, അവരുടെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻസിനും ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കോംപ്ലക്സ് സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാനായിട്ടാണ് എംപ്ലോയീസിൻ്റെ യൂണിയനൊക്കെ ഉണ്ടാകുന്നതും. അങ്ങനെ ട്രേഡ് യൂണിയൻസ് ആയിരിക്കും, ട്രേഡ് യൂണിയൻസിന് ലീഡർ ഉണ്ടാവും. അങ്ങനെ ആ ലീഡർ ആയിരിക്കും ചിലപ്പോൾ ഈ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് കളക്റ്റീവ് ബാർഗൈനിങ് മെത്തേഡിൽ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് വരുന്നത്. The process of voluntary negotiation between the employees and a group of employees
ടു റിസോൾവ് ദ കോൺഫ്ലിക്ട്സ് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പം ഒന്നെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കാം ഈ ഒരു നെഗോസിയേഷന് വേണ്ടി എംപ്ലോയറുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് യൂണിയൻ ലീഡർ ആയിരിക്കാം, തൊഴിലാളി സംഘടനയുടെ നേതാവായിരിക്കാം ഈ ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ട് വരുന്നത്. ദ പാർട്ടീസ് ഓഫൺ റെഫർ ടു ദ റിസൾട്ട് ഓഫ് നെഗോസിയേഷൻ ആസ് എ കളക്റ്റീവ് ബാർഗെയിനിങ് എഗ്രിമെൻറ്റ് ഓർ ആസ് എ കളക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്. അപ്പം ഒരു നെഗോസിയേഷന് വന്നു, ഒരു തീർപ്പിലേക്ക് വന്നു, കാര്യങ്ങൾ സോൾവ് ആവുകയും ചെയ്തു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കളക്റ്റീവ് ബാർഗെയിനിങ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. There are different types of collective bargaining. One is distributive bargaining, integrative bargaining, attitudinal structuring, intra-organizational bargaining. The first one, distributive bargaining. In this, one's party's gain is another party's loss. അവിടെ ചിലപ്പം എംപ്ലോയർക്ക് നഷ്ടം പറ്റി കാണും, എംപ്ലോയിക്ക് ലാഭം കിട്ടി കാണും, അല്ലെങ്കിൽ തിരിച്ച്. ഇൻ്റഗ്രേറ്റീവ് ബാർഗെയിനിങ്, ഇൻ ദിസ് ബോത്ത് പാർട്ടീസ് മേ ഗെയിൻ ഓർ നൺ ഓഫ് ദ പാർട്ടീസ് മേ ഫേസ് എ ലോസ്. അവിടെ ചിലപ്പോൾ എംപ്ലോയർക്കും ലാഭമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആർക്കും പക്ഷേ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ആറ്റിറ്റ്യൂഡിനൽ സ്ട്രക്ചറിങ്, when there is a backlog of bitterness between both the parties, then attitudinal structuring is required to make smooth industrial relations. പ്രശ്നങ്ങൾ നെഗോസിയേഷൻ വന്നപ്പോൾ രണ്ടു കൂട്ടരെയും, ഈ കോൺഫ്ലിക്റ്റിലുള്ള രണ്ടു കൂട്ടരുടെയും ബാക്ക്ലോഗ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ പണ്ട് കാലം തൊട്ട് ഇവരിങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റും അടിയും വഴക്കും ഒക്കെ തന്നെയാണെങ്കിൽ അവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡിനൽ സ്ട്രക്ചറിങ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർക്ക് ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് നല്ല ട്രെയിനിങ്ങും മോട്ടിവേഷനും അങ്ങോട്ട് സംഭവം കൊടുത്ത് അവരെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ മാത്രമേ ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ പഴയ ഹിസ്റ്ററി വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഇൻട്രാ ഓർഗനൈസേഷണൽ ബാർഗനിങ്, ദെയർ ക്യാൻ ബി കോൺഫ്ലിക്റ്റിംഗ് ഗ്രൂപ്പ് ഇൻ ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് യൂണിയൻസ് ഓൾസോ. സോ ദർ ഇസ് നീഡ് ടു അച്ചീവ് കോൺഷ്യസ്നസ് ഇൻ ദീസ് ഗ്രൂപ്പ്സ്. മാനേജ്മെൻറ്റിനകത്തും പ്രശ്നം ഉണ്ടാക്കും, അതുപോലെ യൂണിയനകത്തും ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് യൂണിയൻസിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ യൂണിയനകത്ത് തന്നെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഈ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഇന്ന ഇൻഡിവിജ്വലാണ് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞൊരു കോൺഷ്യസ്നസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു നെഗോസിയേഷനോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ്, ഈ കളക്റ്റീവ് ബാർഗനിങ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ടു ഇൻക്രീസ് ദ മ്യൂച്വൽ കോൺഫിഡൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് എംപ്ലോയി എടുത്തൊരു നെഗോസിയേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് തമ്മിലുള്ള പരസ്പര വിശ്വാസം കൂടും. ഇറ്റ് റെഗുലേറ്റ്സ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ ജോലിയിലുള്ള നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടേംസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദർ ഷുഡ് ബി എ ഗുഡ് എൻവയോൺമെൻറ്റ് ഇൻ ദി ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ദർ ഷുഡ് ബി എ സോഷ്യോ എക്കണോമിക് ആട്രിബ്യൂട്ട് ഓഫ് ദി എംപ്ലോയീസ്. ഒരു സമൂഹപരമായ ഒരു സഹകരണം എംപ്ലോയറോടും ഒക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ളൊരു സാധ്യതയാണ് കളക്റ്റീവ് ബാർഗനിങ് ലീഡ് ചെയ്യുന്നത്. The process of collective bargaining involves 6 major steps. First one is preparing for negotiation. നെഗോസിയേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈയിങ് ബാർഗനിങ് ഇഷ്യൂസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നമ്മൾ നെഗോസിയേഷന് വേണ്ടി തയ്യാറെടുക്കണം. 2, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. നെഗോസിയേഷൻ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ദെയർ, എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ ഇതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഈ നെഗോസിയേഷന് ശേഷം വി ഷുഡ് റീച്ച് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ദെൻ റാറ്റിഫൈയിങ് ദി എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിനെ ഇരു കൂട്ടരും അംഗീകരിക്കണം. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിനെ നമ്മൾ പാലിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ്, ഇറ്റ്സ് എഫക്റ്റീവ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇൻട്രസ്റ്റ് ഓഫ് വർക്ക്സ്. അപ്പോൾ കളക്റ്റീവ് ബാർഗനിങ് ഉണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സ്വേച്ഛാധിപത്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് ഡെമോക്രേറ്റ് ആയേ പറ്റത്തുള്ളൂ നല്ല കളക്റ്റീവ് ബാർഗനിങ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ. ദെൻ നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ മാനേജറിക്കൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ദെൻ ഇൻഡസ്ട്രിയൽ റൂൾസും ലേബർ സ്റ്റാൻഡേർഡ്സും ഒക്കെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് കളക്റ്റീവ് ബാർഗനിങ് മേഖലയിൽ കൂടി സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ്, ഈ കളക്റ്റീവ് ബാർഗനിങ്ങിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ സമരങ്ങളുണ്ടാവാം. ദെൻ അധികാര വടംവലികളുണ്ടാവാം, അധികാരത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. ദെൻ ലാക്ക് ഓഫ് സേഫ് ഗാർഡ്സ് ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിന് എതിരെയുള്ള കാര്യങ്ങൾ വരെ വേണമെങ്കിൽ ഈ കളക്റ്റീവ് ബാർഗനിങ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. So that's all for this day. So what we had seen today is we started the 4th module, which was responsibilities and rights, and we were seeing about
to collegiality, loyalty, and then we come across the conflict management techniques. Thank you. That's all.